ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നിങ്ങളുടെ മെൻഷൻ കാരണം എന്റെ ദൈവമേ, ഞാനിപ്പോൾ എണീക്കുമ്പോഴാണ് ഇത്രയും സാധനങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. അപ്പൊ അതിനുള്ള ക്ലാരിഫിക്കേഷൻ തരിക എന്നുള്ളത് എന്റെ റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സാധനം ചെയ്യുന്നത്. ജാസി എന്ന് പറയുന്ന വ്യക്തി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. എല്ലാവർക്കും നമസ്കാരം, ജാസിയാണ്. ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ വരാൻ തന്നെ കാരണം, ഞാൻ കുറച്ചു മുമ്പ് എന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു ദേവികളുടെ ഫോട്ടോ, എന്റെ ഫേസിൽ ഒരു AI ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അതിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല കമന്റ് ഉണ്ടായിരുന്നു, ബാഡ് കമന്റ് ഉണ്ടായിരുന്നു. പിന്നെ എന്റെ പേഴ്സണലി എന്റെ കുറച്ച് സുഹൃത്തുക്കൾ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അത് ഓൾറെഡി ഡിലീറ്റ് ആക്കുകയും ചെയ്തു. ഞാൻ ഡിലീറ്റ് ആക്കിയ ശേഷമാണ് ഈ കുട്ടിയുടെ ഒരു വീഡിയോ കാണുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ എന്റെ പൊന്നു സുഹൃത്തെ, ഞാൻ നിന്റെ സുഹൃത്തൊന്നുമല്ല, മനസ്സിലായില്ലേ? ഞാൻ നിന്റെ സുഹൃത്തൊന്നുമല്ല. നീ കഴിഞ്ഞ ദിവസം കുറച്ച് ഓൺലൈൻ മീഡിയാസ് മൈക്കും കൊണ്ടുവരുമ്പോ നീ പറഞ്ഞില്ലേ, കാര്യങ്ങൾ വളച്ചൊടിക്കുന്നു, ഞാൻ പറയാത്ത കാര്യങ്ങൾ പറയുന്നു എന്നൊക്കെ ഉള്ളത്. ഞാൻ ഇതേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി പറഞ്ഞ നീ കേട്ടിട്ടില്ല. നിന്റെ ചെവി അപ്പോഴത്തേക്ക് പൊട്ടിപ്പോയോ? ബാക്കി ഞാൻ പറഞ്ഞതും കൂടി നിങ്ങൾ കേൾക്കണം, മനസ്സിലായില്ലേ? എനിക്ക് വേറെ ഒരു തെണ്ടികളെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നെ വളരെ ജെന്യൂൻ ആയിട്ട് ഫോളോ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ഞാൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങൾ ചിലപ്പം ഈ നാറിന്റെ വീഡിയോ മാത്രം കണ്ടിട്ടായിരിക്കും എന്റെ വീഡിയോ കാണാതെ വീഡിയോയിൽ വന്നിരുന്ന് കമന്റ് ചെയ്യുന്നത്. അങ്ങനത്തെ കുറെ ടീമുണ്ട്. എന്റെ വീഡിയോന്റെ താഴത്ത് തന്നെ കുറെ വന്ന് ആദ്യത്തെ 2 സെക്കൻഡ് മാത്രം കണ്ടിട്ട് കൊണച്ച കുറച്ച് ടീംസ് ഉണ്ട്. ഞാൻ പറഞ്ഞത് ഒന്നും കൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഒന്ന് കേൾപ്പിക്കാം. ഓക്കെ, ഇത് ഈ പറയുന്ന പോലെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഞാൻ പറയട്ടെ. രണ്ടാമത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് എന്റേതാണ് ഞാൻ പറയുന്നത്. എത്രയോ സിനിമകളിൽ ദേവിയുടെ വേഷം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ പറയുന്ന പോലെ ശ്രീകൃഷ്ണ ജയന്തി വരുന്ന സമയത്ത് സ്ത്രീകൾ പെൺകുട്ടികൾ കൃഷ്ണന്റെ വേഷം കെട്ടാറുണ്ട്. സിനിമകളിൽ ഈ പറയുന്ന പോലെ പല ദൈവങ്ങളായിട്ട് മനുഷ്യന്മാര് മാറാറുണ്ട്. അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് വലിയ വിഷയമാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതെന്താ നീ വെക്കാത്തെ? ഇത് നീ കേട്ടിട്ടില്ല? ഞാൻ പറഞ്ഞത് നീ കേട്ടിട്ടില്ല? ഹിന്ദു മതവിശ്വാസികൾക്ക് എല്ലാവർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് മാത്രമേ നീ കേട്ടിട്ടുള്ളൂ. അയ്യോ, ഇവന്റെ കരച്ചിലും ഇവന്റെ മാപ്പ് പറച്ചിലെല്ലാം കണ്ടിട്ടുണ്ടല്ലോ. എന്റെ ഫോളോ ലിസ്റ്റില് 2 തന്തക്ക് പറഞ്ഞ പരിപാടി കാണിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എന്നെ അൺഫോളോ ചെയ്ത് പോകണം, ദയവ് ചെയ്തിട്ട്. മനസ്സിലായില്ലേ? അവിടെ ഒന്ന് കണ്ടിട്ട് അത് എന്താണെന്ന് പോലും അറിയാണ്ട് ഇവിടെ വന്ന് കമന്റ് ചെയ്യുന്ന ടീംസ് എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നെ അൺഫോളോ ചെയ്യണം. അങ്ങനത്തെ ഒരു ഫോളോവറിനെ എനിക്ക് വേണ്ട, മനസ്സിലായില്ലേ? ഇവനാണ് കാര്യങ്ങൾ വളച്ചൊടിക്കുന്നത്. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സിനിമകളിലും നമ്മളിപ്പം അയ്യപ്പ വിളക്ക് വരുന്ന സമയത്ത് നാട്ടില് പരിപാടി നടക്കുമ്പോൾ എത്രയോ കുട്ടികള് അയ്യപ്പന്റെ വേഷം കെട്ടിയിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അതൊന്നും വലിയ വിഷയമാക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് ഇന്നും അത് പ്രശ്നമാവുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഒരാൾ മാത്രമേ നിന്റെ വീഡിയോക്ക് കമന്റ് ഇട്ടിട്ടുള്ളൂ, ഞാൻ ഒരാൾ മാത്രമേ അത് റിയാക്ട് ചെയ്തിട്ടുള്ളൂ, നീ അത് പേടിച്ചിട്ട് ഡിലീറ്റ് ചെയ്തു. എന്നെ പേടിച്ചിട്ട് വേറെ ഒരുത്തി വന്ന് പറഞ്ഞു ഹെല്ലോ സ്പാട്ടിനെ മാത്രം പേടിച്ചിട്ടാന്ന് ജാസി ആ വീഡിയോ ഡിലീറ്റ് ചെയ്തത്. ഞാൻ ഏത് ലെവലായപ്പോ 10-36 വയസ്സുള്ള ഒരു ആണ് വന്ന് എന്നെ പേടിക്കണം എന്നുണ്ടെങ്കിൽ, എന്നെ പേടിച്ചൊരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ വേറെ ഒരാളും ഇവന്റെ ആ പോസ്റ്റിന് അഗെയിൻസ്റ്റ് പറഞ്ഞിട്ടില്ല പോലും. വേറെ ഒരാൾക്കും അത് പ്രശ്നമില്ല പോലും. നീ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. നിന്നോട് പേഴ്സണലി എനിക്ക് യാതൊരു വിരോധവും ഇല്ല. കാരണം നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും എന്നുള്ളതാണ്. ദയവ് ചെയ്തിട്ട് ഇങ്ങനെയൊന്നും മനുഷ്യന്മാരെ മാനിപ്പുലേറ്റ് ചെയ്യരുത്. എന്നാ ഞാനും കുറച്ച് കരയട്ടെ. ജാസി, മാനിപ്പുലേറ്റ് ചെയ്യല്ല ജാസി, പ്ലീസ്. എനിക്ക് കുറെ നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട്, പ്ലീസ് എന്ന് പറയട്ടെ. അതിന്റെ ആവശ്യം എനിക്കില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ വന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, അതെന്റെ പ്രൊഫൈലേ അല്ല എന്ന് പറഞ്ഞ സ്വഭാവം എനിക്കില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറെ നാറികളുണ്ട്, നമ്മളെ കമന്റ് ബോക്സിൽ വന്നിട്ട് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് അത് ഡിലീറ്റ് ആക്കി പോയിട്ട് അപ്പുറത്ത് പോയിട്ട് അതെ എല്ലോ സ്പാട്ടൊക്കെ വേറെ പണി, നിനക്ക് ഒരു പണിയുമില്ല. ശരിയാണ്, എനിക്ക് ഒരു പണിയുമില്ല, ഇത് തന്നെയാണ് എന്റെ പണി. ഐ ലവ് ഇറ്റ്, മനസ്സിലായില്ലേ? ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യരുത് ദയവ് ചെയ്തിട്ട്. ഞാൻ അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വശം കൂടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ മനസ്സ് കൈവച്ച് നിങ്ങൾ പറയണം, ആ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് ആർക്കും ഒന്നും തോന്നിയിട്ടില്ല, ഭയങ്കര ഞങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും, ഒരാൾക്കും അതിലൊരു വിരോധവും ഇല്ലാന്ന് ഈ കമന്റ് ബോക്സിൽ ആൾക്കാർ പറയണം. ഒരാൾക്കും
എനിക്ക് വിരോധമുണ്ട്, ഞാൻ ഇപ്പോഴും പറയുന്നു എനിക്ക് വിരോധമുണ്ട്. കാരണം എന്താ വെച്ചാൽ പല ആൾക്കാരും എനിക്ക് മെസ്സേജ്, ഞാൻ ആ പോസ്റ്റ് കണ്ടിട്ടേ ഇല്ല, വല്ലാഹിയാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ആ പോസ്റ്റ് കണ്ടിട്ടേ ഇല്ല. എനിക്ക് പലരും ഇത് ഇങ്ങനെയാണ് സംഭവങ്ങൾ എന്ന് വെച്ചിട്ട് ആ പ്രൊഫൈലൊന്നും ഞാൻ വെച്ച് ഇവിടെ ഇടുന്നൊന്നുമില്ല. പിന്നെ പല ആൾക്കാരും അത് ഡിലീറ്റ് ആക്കി പോയതും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഇസ്, ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു സാധനം ഇട്ടത്. പിന്നെ നിങ്ങളുടെ കമന്റ് ബോക്സ് ഞാൻ മൊത്തം വായിച്ചിട്ടുണ്ടായിരുന്നു. അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ കമന്റ് ബോക്സ് മൊത്തം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരാളല്ല, 10-8 ആൾക്കാരും നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നിങ്ങളത് ഡിലീറ്റ് ചെയ്തത്. ദയവ് ചെയ്തിട്ട് എന്നോ സ്പോട്ടാ മാത്രം പറഞ്ഞു നിങ്ങൾ ഡിലീറ്റ് ചെയ്തെന്നും പറയാം, നിങ്ങൾക്ക് നാണക്കെടാണത്. അങ്ങനെ ഞാൻ എന്നെ ഒരാളെ പേടിച്ചത് നിങ്ങൾ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതാണ് ഇതിന്റെ ഒരു വശം. ഈ പറയുന്നത് പോലെ എനിക്ക് ഈ ആണുങ്ങളോട് എനിക്ക് ഒരു വിരോധമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവർ ചെയ്യുന്ന നല്ല വീഡിയോസ് ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട്, ഞാൻ കമന്റ് ചെയ്യാറുണ്ടായിരുന്നു, ഞാൻ ലൈക്ക് ചെയ്യാറുണ്ട്, ഇപ്പോഴും ഞാൻ ലൈക്ക് ചെയ്യാറുണ്ട്. നല്ല വീഡിയോസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റിയാക്ട് ചെയ്യും. അതിന് നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ശരി ഞാൻ റിയാക്ട് ചെയ്യും. പിന്നെ നിങ്ങളെ ഞാൻ നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലേ? 2 ആൾക്കാർ ഇങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കാനുള്ള ഇതൊക്കെ പോകുന്നുണ്ട്. ഓ മാൻ, കമോൺ മാൻ, കമോൺ. പിന്നെ നിങ്ങൾ മനസ്സ് കൈവച്ച് പറയും, നിങ്ങളെ പടച്ച റബ്ബിനെ തൊട്ട് നിങ്ങൾ പറയും. നിങ്ങൾക്ക് ആ പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ സരസ്വതി ദേവിന്റെയും ദേവികളുടെ ഒക്കെ ക്രിയേറ്റ് ചെയ്തിടുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കൽ പോലും നിങ്ങൾ തോന്നിയിട്ടില്ല ഇതൊരു കോൺട്രവേഴ്സി ആവുമെന്ന്? തോന്നിയിട്ടേ ഇല്ല. അങ്ങനെ തോന്നിയിട്ടില്ല, നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്, അത്രേ ഉള്ളൂ. നിങ്ങൾ റീപോസ്റ്റ് ചെയ്യണോ? അത് ജാസിനോടാണ് ഞാൻ പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞത് കൊണ്ടാണ് നിങ്ങളത് ഡിലീറ്റ് ചെയ്യുന്നത്, നിങ്ങളത് റീപോസ്റ്റ് ചെയ്യണം. നിങ്ങൾ ചെവിന്റെ പ്രശ്നമാണ് ബ്രോ, ഞാൻ 2ഉം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടണം എന്നില്ല, പക്ഷേ പല സിനിമകളിലും ഇങ്ങനെ ദേവീന്റെ വേഷം ചെയ്യുന്നവരുണ്ട്, ദേവിയായിട്ട് അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കേൾക്കാത്തതുകൊണ്ടാണ്. ഇത് കേൾക്കണം കേട്ടോ, ഇത് കേൾക്കണം. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതിലെങ്കിലും നിങ്ങളെ ചെവി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കേൾക്കണം. ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ പോസ്റ്റ് നിങ്ങൾ റീപോസ്റ്റ് ചെയ്യണം. എന്തായാലും വിക്ടിം കാർഡൊക്കെ ഇറക്കി കുറച്ച് പോസിറ്റീവ് കമന്റ്സ് ഒക്കെ അങ്ങ് നേടിയതല്ലേ, അങ്ങ് റീപോസ്റ്റ് ചെയ്യണം മിസ്റ്റർ, റീപോസ്റ്റ് ചെയ്യണം. നേരത്തെ പറഞ്ഞത് ഓർക്കുക, 2 തന്തയുള്ള പരിപാടി ചെയ്യുന്നവരൊക്കെ എന്നെ ഒന്ന് അൺഫോളോ ചെയ്ത് പോകണം ദയവ് ചെയ്തിട്ട്. അങ്ങനെയുള്ള ടീംസിന് എനിക്ക് ആവശ്യമേ ഇല്ല. മറ്റേ കാള പെറ്റു എന്ന് കേൾക്കുമ്പോൾ തന്നെ കയറെടുത്ത് പേറെടുക്കാൻ ഓടിപ്പോകുന്ന ടീംസിനൊന്നും എനിക്ക് ആവശ്യമില്ല. ഞാൻ എന്താണ് പറഞ്ഞെന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. സോ പ്ലീസ് ജാസിനോടും കൂടിയിട്ടാണ്, ദയവ് ചെയ്തിട്ട് കാര്യങ്ങൾ ഇങ്ങനെ, എനിക്കത് വിഷയമല്ല കേട്ടോ. ഇത് ഞാൻ ഇടാനുള്ള കാരണം നിന്റെ ചെവിക്ക് എന്തെങ്കിലും പ്രശ്നമാണോ, നീ ENT പോയി കാണിക്കട്ടെ എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ കുറച്ച് ആൾക്കാർ ഞാൻ സംഖ്യയാണെന്നൊക്കെ പറഞ്ഞു. എന്ത് ചങ്കി? നീയാണോ എനിക്ക് സംഖ്യ എന്ന് പറഞ്ഞ അതിൽ മെമ്പർഷിപ്പ് തന്നത്? നീയൊക്കെ അല്ല. ഞാൻ ചിന്തിക്കുന്ന വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ കമന്റ് ബോക്സിലുള്ള ഒത്തൊരുമ ഈ കണ്ണനെ വിറ്റ് കാശാക്കുന്നു പറഞ്ഞ ഒരു ടീമിന്റെ ആ കമന്റ് ബോക്സിൽ കാണുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് നിങ്ങൾ അത് സപ്പോർട്ട് ചെയ്യുന്നില്ല? പോയിട്ട് അതും കൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആ വാവ്, കുറെ ചേട്ടകൾ.